പ്രധാനപ്പെട്ട ഒരു പുതിയ വിവരം ലഭിക്കുന്നു. പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കാൻ ഒരുങ്ങുന്നു കെ സുധാകരൻ എന്നുള്ളതാണ്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഉടനെ രാജിവെക്കാൻ പോവുകയാണോ? സ്മൃതി, അത് നേരത്തെ എടുത്ത തീരുമാനം കൂടിയാണ്. പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുക എന്ന തീരുമാനമായിരുന്നു കെ സുധാകരൻ നേരത്തെ എടുത്തത്. ആ തീരുമാനം ഇപ്പോൾ പ്രാവർത്തികമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കെ സുധാകരൻ. ഏറെ വൈകാതെ തന്നെ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കും കെ സുധാകരൻ. അതിനു മുമ്പുള്ള നിമിഷങ്ങൾ മാത്രമാണ്. ഏതാണ്ട് ഇനി ഒരു മണിക്കൂർ ഇല്ല, ഏതാണ്ട് ഒരു മണിക്കൂറിൽ താഴെയുള്ള സമയമാണ്. കെ സുധാകരൻ വീട്ടിൽ നിന്ന് ഏതാണ്ട് 10-20 മിനിറ്റിനകം പുറത്തേക്ക് ഇറങ്ങും. ആ സമയത്തിന് മുമ്പ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടാനുള്ള സമയമുണ്ട്. ആ സമയത്തിൽ ഇടപെട്ട ഒരുപക്ഷെ കെ സുധാകരൻ പോസിറ്റീവായ നിലപാട് സ്വീകരിക്കുമോ എന്ന് വ്യക്തമല്ല. എന്നാൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കെ സുധാകരൻ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കാനുള്ള നിർണായക തീരുമാനമെടുത്തു കഴിഞ്ഞു. പ്രവർത്തക സമിതി അംഗത്വം രാജിവെച്ച് തൊട്ടു പിന്നാലെ കണ്ണൂരിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്ന തീരുമാനം തന്നെയാണ് കെ സുധാകരന്. നേരത്തെ നോബൽ മാരിക്കാരൻ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ദില്ലിയിൽ നിന്നും ശേഖരിക്കേണ്ട രേഖകളൊക്കെ കെ സുധാകരൻ ശേഖരിച്ചു കഴിഞ്ഞു. കണ്ണൂരിൽ ശേഖരിക്കേണ്ട രേഖകൾ കെ സുധാകരന്റെ ഓഫീസ് ശേഖരിച്ചു എന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ സമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിക്കാൻ, അത് തയ്യാറാക്കി വെക്കാനുള്ള നിർദ്ദേശവും പോകും. സുധാകരൻ ഏതായാലും ഈ ഫ്ളാറ്റിൽ നിന്നും ഇറങ്ങിയാൽ ഇത് പൊടുന്നനെ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ തന്നെ കേരളത്തിലേക്ക് തിരിക്കുക എന്നത്. അങ്ങനെ പൊടുന്നനെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി കേരളത്തിലേക്ക് ദില്ലിയിൽ നിന്നും കെ സുധാകരൻ തിരിക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും കൂടിയാലോചനകളാണ്, ആശയവിനിമയങ്ങളാണ്. കെ സുധാകരനൊപ്പം നിൽക്കുന്നവരും സുധാകരന്റെ അടുത്ത നീക്കങ്ങൾക്ക് ശക്തി പകരാനുള്ള ഓരോ പ്രവർത്തനങ്ങളിലേക്ക് അവർ മാറും. ഇനി CWC അംഗത്വം, കെ സുധാകരൻ ഈ പ്രവർത്തക സമിതിയുള്ള പ്രത്യേക ക്ഷണിതാവ് എന്ന പദവി, അത് ഏതാനും നിമിഷങ്ങൾക്കും രാജിവെക്കുമെന്ന വിവരങ്ങളാണ്. വിച്ഛേദിക്കാനുള്ള ആദ്യ നടപടികളിലേക്ക് കെ സുധാകരൻ കടക്കുന്നു എന്നുള്ളതാണ്. കടുത്ത തീരുമാനത്തിലേക്ക് പ്രവർത്തക സമിതി ക്ഷണിതാവ് അംഗത്വം അദ്ദേഹം രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ റോഷിപാൽ നൽകിയത്. രാവിലെയും അത്തരം ചില ആലോചനകൾ അദ്ദേഹം നടത്തിയിരുന്നെങ്കിലും നേതാക്കളുടെ അനുനയത്തിൽ അദ്ദേഹം വഴങ്ങുകയായിരുന്നു. അപ്പോഴും ആ ലിസ്റ്റ് കാണട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ലിസ്റ്റ് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. നോബൽ മാരിക്കാരിലേക്ക്. നോബൽ, ലിസ്റ്റ് ഈ 9 മണിക്കകം പുറത്തു വരുമെന്ന് കേട്ടതാണ്. പട്ടിക ആയി കഴിഞ്ഞു എന്നാണ് നേരത്തെ സണ്ണി ജോസഫ് പ്രതികരിച്ചത്. പക്ഷേ ഇതുവരെ അത് പുറത്തു പറഞ്ഞിട്ടില്ല. ആരാദ്യം പറയുമെന്ന മട്ടിൽ നിൽക്കുകയാണോ? കെ സുധാകരൻ പറഞ്ഞു പോയിട്ട് മതി പട്ടിക പുറത്തു വിടാൻ എന്നുള്ളതാണോ, അതോ അതിനു മുൻപ് തന്നെ ആ പട്ടിക വരുമോ? എന്താണ് അറിയാനാകുന്നത് നോബൽ? സ്മൃതി, ഇനിയിപ്പോൾ ഏത് നിമിഷവും കോൺഗ്രസിന്റെ രണ്ടാമത്തെ അതോടൊപ്പം തന്നെ അവസാനത്തെയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വിടും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. ഇതിനോടൊപ്പം നേതാക്കൾ ആ പട്ടികയ്ക്ക് അംഗീകാരം നൽകിയതാണ്. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് അതിന്റെ ഒരു റിലീസ് എന്ന് പറയുന്ന ഒരു നടപടി മാത്രമാണ്. അതിന് അധികം സമയം ആവശ്യമില്ല. ഇനിയിപ്പോൾ ഏത് നിമിഷവും ആ പട്ടിക പുറത്തേക്ക് വരാം. ഒരുപക്ഷെ കെ സുധാകരൻ സ്വന്തം നിലപാട് പറഞ്ഞു പോയതിനു ശേഷം അത് പുറത്തുവിട്ടാൽ മതി എന്നാണ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടെങ്കിൽ തീർച്ചയായും കെ സുധാകരൻ ഇപ്പോൾ അതേ നിലപാട് പറഞ്ഞു പോയതിനു ശേഷമായിരിക്കും പട്ടിക വരാൻ പോകുന്നത്. ആരായിരിക്കും കണ്ണൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിലവിൽ ലഭിക്കുന്ന ഒരു പ്രകാരമാണെങ്കിൽ കിയോ മോഹനൻ, കണ്ണൂരിന്റെ മുൻ മേയർ, അദ്ദേഹം തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കെ സുധാകരൻ സീറ്റ് നൽകാൻ സാധ്യതയില്ല എന്ന വിവരം പുറത്തേക്ക് വരുന്നുണ്ട്. പ്രധാനമായും ഇന്ന് രാവിലെ കെ സുധാകരനെ പരിഗണിക്കാമെന്ന നിലപാട് നേതാക്കളെ അറിയിച്ചിരുന്നു. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ AK ആന്റണിയുമാണ് ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തിയത്. ആ ഘട്ടത്തിൽ കൃത്യമായി തന്നെ കെ സുധാകരനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ പുനരാലോചന ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ സുധാകരൻ ഈ നിമിഷം വരെ ഒരക്ഷരം പോലും മിണ്ടാതെ അത്തരത്തിൽ ഫ്ളാറ്റിൽ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും സാഹചര്യം വീണ്ടും മാറി. കെ സുധാകരന്റെ പേര് പട്ടികയിൽ ഉണ്ടാകില്ല എന്ന വാർത്തകൾ പുറത്തേക്ക് വന്നു. അതിനു പിന്നാലെ കെ സുധാകരൻ തന്റെ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട മത്സരിക്കാൻ ആവശ്യമായ എല്ലാ പേപ്പറുകളും ഇതിനോടൊപ്പം തന്നെ ലോക്സഭയിൽ നിന്ന് അദ്ദേഹം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കും. സംസ്ഥാനത്ത് വേണ്ട നടപടിക്രമങ്ങൾ അവിടെ പൂർത്തിയാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് കെ സുധാകരൻ മത്സരിക്കാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി വെച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ പുറത്തേക്ക് വരുന്ന കെ സുധാകരൻ അല്പസമയത്ത് തന്നെ ഗോദാവരിയിലെ MP ഫ്ളാറ്റിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് വരും. എന്താണ് പറയാൻ പോകുന്നത് എന്നാണ് ഏറ്റവും വലിയ ആകാംക്ഷ. ഒരു പൊട്ടിത്തെറി, പ്രത്യേകിച്ച് നേരത്തെ നോബൽ മാരിക്കാരൻ, ഈ ഗോദാവരി ഫ്ളാറ്റ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ നേതാക്കൾ വന്നു പോയിരുന്ന ഫ്ളാറ്റാണ്. അതൊക്കെ തന്നെയും അനുനയ ശ്രമങ്ങളായിരുന്നു. സുധാകരനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി നേതാക്കൾ, മുതിർന്നവരെന്നോ യുവാക്കളെന്നോ വ്യത്യാസമില്ലാതെ, പ്രായഭേദമില്ലാതെ നേതാക്കൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ വഴങ്ങാത്ത സുധാകരനെയാണ് ഈ മണിക്കൂറിലും നമ്മൾ കാണുന്നത്. ആ ഫ്ളാറ്റിന്റെ പരിസരത്തിൽ കോൺഗ്രസിലെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു വിവരം കൂടി അറിയേണ്ടതുണ്ട്. നോബൽ, അവിടെ ഒഴിഞ്ഞിരിക്കുകയാണോ? മാധ്യമങ്ങൾ ഒഴിച്ച് മറ്റാരുമില്ല എന്നാണോ?
സ്മൃതി, ഗോദാവരിയിലെ MP ഫ്ളാറ്റിന്റെ പരിസരത്ത് മാധ്യമപ്രവർത്തകർ മാത്രമാണുള്ളത്. ഇതാണ് ഇതിന്റെ പ്രധാന കവാടം. ഈ കവാടത്തിലേക്ക് തൽക്കാലം സുരക്ഷാ കാരണങ്ങളാൽ ആരെയും അധികം കടത്തിവിടുന്നില്ല. എല്ലാവരും മാധ്യമപ്രവർത്തകരടക്കം മാറി നിൽക്കാനുള്ള നിർദ്ദേശമാണ് പോലീസ് നൽകിയത്. പോലീസിന്റെ നിരീക്ഷണമുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതാക്കളോ കോൺഗ്രസ് പ്രവർത്തകരോ ഒന്നും ഇപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ അങ്ങനെ MP ഫ്ളാറ്റിലേക്ക് കോൺഗ്രസ് പ്രവർത്തകരൊന്നും വരുന്ന ഒരു പതിവില്ല. ഒരുപക്ഷെ നാട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും കാണാൻ വേണ്ടി വന്നാൽ അപൂർവമായി മാത്രമാണ് ഇവിടെ ഒന്ന് കാണുക. അത്തരത്തിലുള്ള നടപടി ഉണ്ടാകാറുണ്ട്. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ MP ഫ്ളാറ്റിൽ അത്തരത്തിൽ വലിയ ആൾക്കൂട്ടമോ അങ്ങനെ ഒന്നുമില്ല. സാധാരണ നിലയിൽ തന്നെ ആ ഫ്ളാറ്റുണ്ട്. കുറച്ച് മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ ദില്ലിയിലെ മാധ്യമപ്രവർത്തകർ മാത്രമാണ് നിലവിൽ ഇവിടെയുള്ളൂ. മറ്റ് ആരും ഈ മേഖലയിൽ ഇല്ല. എന്താണെങ്കിലും വലിയ സുരക്ഷ ഇപ്പോൾ ഈ ഫ്ളാറ്റിന് ഏർപ്പെടുത്തി, പ്രത്യേകിച്ച് പോലീസ് സുരക്ഷ അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കെ സുധാകരൻ ഏത് നിമിഷവും ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ നിലപാട് അറിയിക്കാം. എന്താണെങ്കിലും അദ്ദേഹം പറയുന്ന നിലപാട്, അദ്ദേഹം പറയുന്ന ഓരോ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കെ സുധാകരൻ പൂർണ്ണമായും കോൺഗ്രസുമായി ഉടക്കി ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ തിരിച്ചടിയാകും കോൺഗ്രസിന്. എന്തായിരിക്കും കെ സുധാകരൻ പറയാൻ പോകുന്നത്? അതേസമയം നേരത്തെ സൂചിപ്പിച്ചത് തന്നെ കെ സുധാകരൻ വന്ന് നിലപാട് പറയുന്നതുവരെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക വരുമോ ഇല്ലയോ എന്നതും മറ്റൊരു ആകാംക്ഷയാണ്. ആ പട്ടിക ഇതുവരെ നേതൃത്വം പുറത്തേക്ക് വിട്ടില്ല. ഒരുപാട് പ്രശ്നങ്ങളുള്ള പട്ടിക, പ്രത്യേകിച്ച് ഒരുപാട് ചർച്ചകൾ പൂർത്തിയാക്കിയ പട്ടിക. ഇന്നലെ 2 CEC-കൾ അപൂർവങ്ങളിൽ അപൂർവമായ 2 തവണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കോൺഗ്രസിന് യോഗം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആദ്യം ഇന്ദിരാഭവനിൽ യോഗം ചേർന്നു. ആ യോഗത്തിൽ തർക്കങ്ങളുണ്ടായി. പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുലർച്ചെ 2:30 വരെ യോഗം ചേർന്നു. ആ യോഗത്തിലാണ് ഈ പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത്. ആ പട്ടികയിലാണ് പൊളിച്ചെഴുത്ത് ഇന്നിപ്പോൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്. ടി.ഒ. മോഹൻ